ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ജോലി കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചോറൊന്ന് തിളപ്പിച്ച് ഊറ്റാനുണ്ട്. നേരത്തെ വെക്കണതാണ് ചോറ്, 5 മണിയൊക്കെ ആകുമ്പോൾ വെക്കണതാണ്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും വൈകിട്ടത്തേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് ഊറ്റുകയാണ്. പിന്നെ വന്ന ഉടനെ തന്നെ കുറച്ച് മുരിങ്ങയില മേലെന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നാളേക്ക് പരിപ്പിട്ട് കറി വെക്കാനും പിന്നെ കുറച്ച് രാത്രിക്കേക്ക് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാനും ഉണ്ട്. അപ്പോൾ അതൊന്ന് നന്നാക്കി എടുക്കുകയാണ്. പിന്നെ ചോറ് ചൂടാക്കാൻ വെച്ച് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ചോറൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഊറ്റി വെക്കുകയാണ്. അങ്ങനെ ചോറൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വയ്ക്കട്ടെ. പാവണ പാത്രങ്ങൾ അപ്പോൾ കഴുകി വെച്ചാൽ പിന്നെ ഒന്നിച്ച് ലോഡാവണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് അവിടെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചിടാണ് കേട്ടോ. പാത്രം കഴുകി എപ്പോഴും അവിടെ അങ്ങനെ വെള്ളം തെറിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഒന്ന് തുടച്ചിടലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മുരിങ്ങയില ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ പരിപ്പിട്ട് കറി വയ്ക്കാൻ കുറച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. കുറച്ചിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ എടുക്കണമുണ്ട്. ഇനിയിപ്പോൾ മുരിങ്ങയില ഉപ്പേരി ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. ഉപ്പേരി പിന്നെ ഇപ്പോൾ സിമ്പിളല്ലേ ഉപ്പേരി ഉണ്ടാക്കാൻ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ കടുക് പൊട്ടിക്കുക, പിന്നെ തടിയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും ചെയ്യും. പിന്നെ നാടൻ പച്ചമുളകാണ്, അത് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ചോറിലേക്ക് അങ്ങനെ കടിക്കുമ്പോൾ ഒരു രസമാണ്. അങ്ങനെ കുറേ പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. ഇല വാടി കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇല. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ കുറച്ചധികം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇല കുറവായതുകൊണ്ട് തേങ്ങയാണ് കൂടുതൽ. എന്നാലും കുഴപ്പമില്ല കേട്ടോ. മിക്സ് ചെയ്ത് വന്നപ്പോൾ കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ രാവിലെ
അതൊരു തിരക്കാവും രാവിലെ. അപ്പോൾ രാത്രി തന്നെ ഒന്ന് പാത്രത്തിലേക്ക് എടുത്തിടാണ് കേട്ടോ. പൊടിപ്പിച്ച് കൊടുന്നിട്ട് കുറച്ചാക്കി വെച്ചതായിരുന്നു, കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഡപ്പയിലിട്ട് വയ്ക്കുകയാണ്. അതുപോലെ ചായപ്പൊടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഡപ്പയിൽ തലേ ദിവസം രാത്രി തന്നെ ആക്കി വെച്ച രാവിലെ തിരക്കിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ സ്റ്റാൻഡിൽ ഒന്ന് കമഴ്ത്തി വയ്ക്കുകയാണ് കേട്ടോ, വെള്ളം വാർന്നപ്പോൾ. പിന്നെ സ്ലാബൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കിയിടാണ്. ഇതെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ് കേട്ടോ, ഈ സ്ലാബ് ഇങ്ങനെ തുടച്ചിടൽ. പിന്നെ ഇനി മോട്ടർ അടിച്ചിട്ട് നാളെ ചോറ് വയ്ക്കാനുള്ള വെള്ളവും കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.